അനന്യയുടെ ആദിത്യൻ്റെയും മാതാപിതാക്കളും ബന്ധുക്കളും വിവരം അറിഞ്ഞ ഉടനെ തന്നെ കാറിൽ കൊച്ചിയിലേക്ക് പുറപ്പെട്ടു. മനസ്സിൽ ആളിക്കത്തുന്ന ആദി മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതേസമയം ആശുപത്രിയുടെ വരാന്തയിൽ ആദിത്യൻ്റെ PA രമേശ് ആകെ അസ്വസ്ഥനായി നടക്കുകയാണ്. ഡോക്ടർ അനന്യയെ വിശദമായി പരിശോധിച്ച ശേഷം പുറത്തേക്കിറങ്ങി രമേശിനടുത്തേക്ക് വന്നു. സർ, പേഷ്യൻറ്റിന് ബോധം തെളിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് അകത്തേക്ക് പോയി കാണാം. ഡോക്ടറുടെ വാക്കുകൾ കേട്ടതും രമേശ് ഒരു ദീർഘശ്വാസത്തോടെ മുറിക്കുള്ളിലേക്ക് നടന്നു. കട്ടിലിൽ കിടക്കുകയായിരുന്ന അനന്യ പതുക്കെ കണ്ണുകൾ തുറന്നു. ഓർമ്മകളുടെ ഇരുളിൽ നിന്ന് അവൾ പുറത്തേക്ക് വരുമ്പോൾ മുന്നിൽ അപരിചിതനായ ഒരു യുവാവ് നിൽക്കുന്നു. മാഡം, ഇപ്പോൾ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? രമേശ് ആർദ്രതയോടെ അവളോട് ചോദിച്ചു. നിങ്ങളാരാണ്? തികച്ചും ക്ഷീണിച്ച ശബ്ദത്തിൽ അവൾ തിരക്കി. ഞാൻ ആദിത്യൻ സാറിൻ്റെ PA ആണ്, രമേശ്. അദ്ദേഹം എവിടെ പോയി? ആദിത്യനെ കാണാത്തതിലുള്ള പരിഭ്രമം അവളുടെ വാക്കുകളിൽ നിറഞ്ഞു. മുറിക്ക് ചുറ്റും അവൾ തിരഞ്ഞു. അവിടെയും കണ്ടില്ല. മാഡം, സാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. രമേശ് ആ സത്യം തുറന്നു പറഞ്ഞു. കേട്ടത് വിശ്വസിക്കാനാവാതെ അനന്യ കട്ടിലിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റു. മാഡം, ദയവായി അല്പം സമാധാനമായി ഞാൻ പറയുന്നതെന്ന് കേൾക്കണം. ധൃതി കൂട്ടരുത്. രമേശ് അവളെ തടയാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. എന്തിനാ അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തേ? അവൾ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് ചോദിച്ചു. മാഡം, നിങ്ങൾക്ക് 18 വയസ്സ് പൂർത്തിയായിട്ടില്ലെന്നും അതിനു മുമ്പാണ് ഈ വിവാഹം നടന്നതെന്നും പറഞ്ഞാണ് സാറിനെ പോലീസ് കൊണ്ടുപോയത്. രമേശ് കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് എൻ്റെ അച്ഛനും അമ്മയും സമ്മതിച്ചിട്ടല്ലേ ഈ കല്യാണം നടന്നത്. പിന്നെ എങ്ങനെ അവരിത് ചെയ്യാൻ കഴിയുക? അനന്യ ചോദ്യങ്ങളിൽ നിന്നും രോഷവും സങ്കടവും കലർന്നു. മാഡം, നിങ്ങൾ കടലിൽ വീണപ്പോൾ സാർ നിങ്ങളെ രക്ഷിക്കുന്ന വീഡിയോ ആരോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. അത് വലിയ രീതിയിലൊന്ന് വൈറലായി. ചില സംഘടനകൾ ഇതിനെതിരെ രംഗത്ത് വരികയും പ്രതിഷേധിക്കുകയും ചെയ്തു. മാഡം, നിങ്ങൾ പാലക്കാട് ജില്ലയിലെ നീറ്റ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ ആളായതുകൊണ്ട് തന്നെ ഈ വിഷയം മാധ്യമങ്ങളും വലിയ രീതിയിൽ ഏറ്റെടുത്തിരുന്നു. ഒരു ഹീറോയെ കണ്ടാൽ നിയമം ലംഘിച്ച് കാണിച്ച് പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. എനിക്കിപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോകണം. ലേറ്റ് ആകരുത്, അനന്യ ഉറച്ച ശബ്ദത്തിൽ അവനോടായി പറഞ്ഞു. വക്കീൽ വന്ന് സംസാരിക്കാമെന്ന് രമേശ് നിർബന്ധിച്ചെങ്കിലും അവൾ കേൾക്കാനേ കൂട്ടാക്കിയില്ല. പോലീസ് സ്റ്റേഷനിലെ ഇരുണ്ട ലോക്കപ്പിനുള്ളിൽ ആദിത്യം നിൽക്കുന്നത് കണ്ടപ്പോൾ അനന്യയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. അവൾ വേഗത്തിൽ ഇൻസ്പെക്ടറുടെ അടുത്തേക്ക് നടന്നു. അവളുടെ കണ്ണുകൾ ഭയത്തിന് പകരം ധൈര്യമായിരുന്നു ആ സമയം. സർ, എൻ്റെ ഭർത്താവിനെ നിങ്ങൾ എന്തിനാ അറസ്റ്റ് ചെയ്തത്? അവൾ നേർക്കുനേർ ചോദിച്ചു. നീ അനന്യയല്ലേ? നിനക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ലല്ലോ. പ്രായപൂർത്തിയാകാതെ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ആദിത്യനെ കേസെടുത്തത്. ഇൻസ്പെക്ടർ ഗൗരവത്തിൽ അവളോടായി പറഞ്ഞു. സർ, നിങ്ങൾ ആരുടെയെങ്കിലും പരാതിയുടെ അടിസ്ഥാനത്തിലാണോ കേസെടുത്തത്? അല്ലല്ലോ. എൻ്റെ മാതാപിതാക്കൾ പരാതി നൽകിയിട്ടില്ല. നിയമപ്രകാരം മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ എൻ്റെയോ പരാതിയില്ലാതെ എങ്ങനെയാണ് നിങ്ങൾ കേസെടുക്കാൻ കഴിയുക? അദ്ദേഹം ഈ വലിയൊരു പ്രൊഫസർ ബിസിനസ്സുകാരനുമാണ്. ഈ ഒരു അറസ്റ്റ് അദ്ദേഹത്തിൻ്റെ അന്തസ്സിനെ എന്തുമാത്രം ബാധിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും അന്വേഷണം നടത്തിയോ നിങ്ങളിത് ചെയ്തത്? അനന്യയുടെ ചോദ്യങ്ങൾക്ക് മുമ്പ് ഇൻസ്പെക്ടർ അല്പം പതറി. സർ, ആർക്കും എന്തും പറയാം. പക്ഷേ ഒരു നടപടി സ്വീകരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ രേഖകൾ പരിശോധിക്കേണ്ടതാണ്. എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റോ സ്കൂൾ സർട്ടിഫിക്കറ്റോ നിങ്ങൾ നോക്കിയോ? ഇല്ലല്ലോ. എനിക്കിപ്പോൾ കൃത്യമായി 18 വയസ്സ് കഴിഞ്ഞു. 19ാം വയസ്സിലേക്ക് കടന്നിട്ട് ഒരു മാസമായി. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇന്നേക്ക് 5 ദിവസമേ ആയിട്ടുള്ളൂ. അവളുടെ വാക്കുകൾ കേട്ട് ഇൻസ്പെക്ടർ അത്ഭുതപ്പെട്ടു. ഒരു അപകടം കാരണം അവൾ സ്കൂൾ ചേരാൻ വൈകിയതാണെന്നും +2 കഴിഞ്ഞപ്പോഴേക്കും പ്രായപൂർത്തിയായിവെന്നും അവൾ തെളിവുകൾ നിരത്തി വാദിച്ചു. തൻ്റെ ഭാഗത്ത് പറ്റിയ വീഴ്ച മനസ്സിലാക്കിയ ഇൻസ്പെക്ടർ പതുക്കെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ശരി അനന്യ, നീ പറയുന്നതൊക്കെ ശരിയായിരിക്കും. പക്ഷേ മീഡിയയിൽ ഈ വിഷയം വലിയ ചർച്ചയായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് സാറിനെ വിട്ടയക്കാൻ കഴിയില്ല. നിങ്ങൾ പറയുന്ന പ്രായം തെളിയിക്കുന്ന രേഖകൾ ഔദ്യോഗികമായി ഹാജരാക്കണം. രേഖകൾ ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ ഉടൻ തന്നെ ഞങ്ങൾ സാറിനെ മോചിപ്പിക്കാം. ഇത്രയും നേരം തനിക്ക് വേണ്ടി ഒരാളെയും ഭയക്കാതെ വാദിച്ചു നിന്ന അനന്യയെ ആദിത്യൻ കണ്ണെടുക്കാതെ നോക്കി നിന്നു. ഈ നരന്തിന് ഇത്രയും ധൈര്യമുണ്ടായിരുന്നു എന്ന ചിന്ത അറിയാതെ അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. അവളുടെ സ്നേഹവും ധൈര്യവും ഒരുപോലെ മനസ്സിനെ സ്പർശിച്ച നിമിഷം അറിയാതെ തന്നെ ആദിത്യൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മുട്ടിട്ടു.
ഇൻസ്പെക്ടർ പറഞ്ഞതനുസരിച്ച് അനന്യ ഉടൻ തന്നെ ഫോൺ കയ്യിലെടുത്തു. ആദ്യം ആദിത്യൻ്റെ അച്ഛനെ വിളിച്ചു. മറുപടിയില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയും വിളിച്ചു. ആ കോളും ആരും എടുത്തില്ല. പ്രതീക്ഷയുടെ സ്വന്തം അമ്മയുടെ നമ്പറിലേക്കും അവൾ വീണ്ടും വീണ്ടും വിളിച്ചു നോക്കി. ഓരോ തവണയും ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പുറത്തു നിന്നും ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല. അവസാന പ്രതീക്ഷ എന്നപ്പോൾ അവൾ തൻ്റെ ചേച്ചിയുടെ നമ്പറും ഡയൽ ചെയ്തു. എന്നാൽ ആ കോളും എടുത്തില്ല. അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. അവർ ആരും മനഃപൂർവ്വം ഫോൺ എടുക്കാതിരുന്നതല്ല. അനന്യയുടെയും ആദിത്യൻ്റെയും അറസ്റ്റ് വാർത്ത അറിഞ്ഞ് എല്ലാവരും കൊച്ചിയിലേക്ക് അതിവേഗം എത്താനുള്ള തിരക്കിലായിരുന്നു. ആ തിരക്കിനിടയിൽ തുടർച്ചയായി മുഴങ്ങിക്കൊണ്ടിരുന്ന ഫോണിൻ്റെ ശബ്ദം പോലും ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. സർ, ആരും ഫോൺ എടുക്കുന്നില്ല. നിരാശ നിറഞ്ഞ ശബ്ദത്തിൽ അനന്യ ഇൻസ്പെക്ടറെ നോക്കിക്കൊണ്ട് പറഞ്ഞു. കയ്യിലിരുന്ന മൊബൈലിൻ്റെ സ്ക്രീനിൽ തുടർച്ചയായി നോ ആൻസർ എന്ന സന്ദേശം മാത്രം തെളിഞ്ഞുകൊണ്ടേയിരുന്നു. ആദിത്യൻ്റെ അച്ഛനെയും അമ്മയും ഒരുപാട് തവണ വിളിച്ചു. എൻ്റെ അമ്മയും ചേച്ചിയും മാറി മാറി വിളിച്ചു. പക്ഷെ ആരും ഫോൺ എടുക്കുന്നില്ല സർ. അവളുടെ വാക്കുകൾ നിസ്സഹായത നിറഞ്ഞിരുന്നു. അത് കണ്ട് രമേശും തൻ്റെ ഫോണെടുത്ത് ഓരോരുത്തരെ മാറി മാറി വിളിച്ചു നോക്കി. എന്നാൽ അവൻ്റെ ശ്രമങ്ങളും വിഫലമായി. ഒരാളുടെ ഫോൺ റിങ് ചെയ്തുകൊണ്ടേയിരുന്നു, മറ്റൊരാളുടേത് സ്വിച്ച് ഓഫുമായിരുന്നു. ചിലരുടെ ഫോണിൽ കോളുകൾ പോകുന്നേ ഉണ്ടായിരുന്നില്ല, മറുപടി മാത്രം ലഭിച്ചില്ല. യഥാർത്ഥത്തിൽ അവർ ആരും മനഃപൂർവ്വം ഫോൺ എടുക്കാതിരുന്നില്ല. ആദിത്യൻ്റെ അറസ്റ്റ് ലഭിച്ചതിനെക്കുറിച്ച് എല്ലാവരും പരിഭ്രാന്തരോടെ കൊച്ചിയിലേക്ക് പുറപ്പെടുന്നു. യാത്ര തിരക്കിലും ആകുലതയും തുടർച്ചയായി മുങ്ങിക്കൊണ്ടിരുന്ന ഫോണുകൾ ആരും ശ്രദ്ധിച്ചിരുന്നില്ല. അനന്യ പതിയെ സ്റ്റേഷൻ്റെ മൂലയിലേക്ക് മാറി നിന്നു. മനസ്സിൽ 1000 ചിന്തകൾ കുരുങ്ങിക്കിടന്നു. ലോക്കപ്പിനുള്ളിൽ നിശബ്ദനായി നിൽക്കുന്ന ആദിത്യനെ അവൾ ഒരു നോക്ക് നോക്കി. ആ നോട്ടത്തിൽ സങ്കടവും കുറ്റബോധവും പ്രതീക്ഷയും ഒരുപോലെ നിറഞ്ഞു. അപ്പോഴാണ് സ്റ്റേഷനിലുണ്ടായ ടെലിവിഷൻ ചുവന്ന അക്ഷരങ്ങളിൽ ബ്രേക്കിംഗ് ന്യൂസ് തെളിഞ്ഞത്. പ്രശസ്ത യുവ വ്യവസായി ആദിത്യൻ അറസ്റ്റിൽ. വാർത്താവതാരകരുടെ ശബ്ദം സ്റ്റേഷനാകെ മുഴങ്ങി. മിനിറ്റുകൾക്കകം മറ്റു വാർത്താ ചാനലുകളും അതേ വാർത്ത ഏറ്റെടുത്തു. ആദിത്യൻ പോലീസ് വാഹനത്തിൽ കയറുന്ന ദൃശ്യങ്ങളും കടലിൽ നിന്ന് അനന്യയെ രക്ഷിക്കുന്നതുമായ പഴയ വീഡിയോയും മാറി മാറി സംപ്രേഷണം ചെയ്യാൻ തുടങ്ങി. താഴെ തുടർച്ചയായി ഓടുന്ന വാർത്താവരികൾ കണ്ടപ്പോൾ അനന്യയുടെ ഹൃദയം കൂടുതൽ ഭാരമായി. പോലീസ് സ്റ്റേഷന് പുറത്തേക്കും മാധ്യമപ്രവർത്തകരുടെ വാഹനങ്ങൾ ഒന്നൊന്നായി എത്തിത്തുടങ്ങി. ക്യാമറകളും മൈക്കുകളും ഒരുക്കി അവർ തത്സമയ വാർത്തകൾ നൽകാൻ തയ്യാറെടുക്കുമ്പോൾ സ്റ്റേഷനുള്ളിലെ അന്തരീക്ഷവും പതിയെ കൂടുതൽ സംഘർഷഭരിതമായി മാറി. എന്നാൽ ഇതേസമയം മറ്റൊരിടത്ത്, എടാ അശ്വിൻ, പെട്ടെന്ന് ടി വിയിലേക്ക് കണ്ണുകളുടക്കി സച്ചു ഞെട്ടലോടെ വിളിച്ചു. അപ്പോഴേക്കും കാലിലെ ഷൂവിൻ്റെ കയർ കെട്ടാൻ കുനിഞ്ഞിരുന്ന അശ്വിൻ സച്ചുവിൻ്റെ ശബ്ദം കേട്ട് തല ഉയർത്തി. എന്താടാ? എടാ, ഇത് നമ്മുടെ ആദിയല്ലേ? സച്ചുവിൻ്റെ ശബ്ദത്തിൽ ഞെട്ടൽ കേട്ട് അശ്വിൻ്റെ കണ്ണുകളും ടെലിവിഷൻ സ്ക്രീനിലേക്ക് പതിഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം നടന്നു പോകുന്ന ആദിത്യൻ്റെ ദൃശ്യങ്ങൾ സ്ക്രീനിൽ വ്യക്തമായി തെളിഞ്ഞു. അയ്യോ, നമ്മുടെ ആദിത്യൻ തന്നെയല്ലടാ ഇത്, അശ്വിൻ അവിശ്വസനീയതയോടെ പറഞ്ഞു. ടി വിക്ക് താഴെ ചുവന്ന അക്ഷരങ്ങളിൽ തെളിഞ്ഞു. ബ്രേക്കിംഗ് ന്യൂസ്. പ്രശസ്ത യുവ വ്യവസായിയും ഡോക്ടറുമായ ആദിത്യൻ അറസ്റ്റിൽ. മൈനർ മാരേജ് കേസിൽ പോലീസിൻ്റെ നടപടി. എടാ, നമ്മുടെ ആദിത്യൻ വിവാഹിതനായിരുന്നു. അതും മൈനർ മാരേജ് ആണെന്നാടോ വാർത്ത? സ്ക്രീനിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് സച്ചി ചോദിച്ചു. അവൻ വലിയ ബിസിനസ്സുകാരനും ഡോക്ടറുമല്ലേടാ. ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അശ്വിൻ പതുക്കെ പറഞ്ഞു. അതേസമയം വാർത്തയിൽ അനന്യയുടെ ചിത്രവും തെളിഞ്ഞു. അത് കണ്ടതും സച്ചു വീണ്ടും ഞെട്ടി. എടാ, ഈ പെൺകുട്ടിയെ എനിക്കറിയാം. ആരാ? ഇവൾ പാലക്കാട് ജില്ലയിൽ നിന്ന് നീറ്റ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ പെൺകുട്ടിയല്ലേടാ? ഇന്നലെ ഈ പെൺകുട്ടി കടൽ തിരമാലകൾ ഒഴുകിപ്പോകുന്ന വീഡിയോ ഞാൻ ഫോണിൽ കണ്ടിരുന്നു. അന്ന് രക്ഷിച്ചത് ആദിത്യനാണെന്ന് മാത്രം അറിഞ്ഞിരുന്നില്ല. പക്ഷേ ആ പെൺകുട്ടി ഇവളാണെന്നും ആദിത്യൻ്റെ ഭാര്യയാണെന്നും ഇപ്പോൾ ഈ വാർത്ത കണ്ടപ്പോൾ ഞാൻ അറിയുന്നത് തന്നെ. അശ്വിനൊന്നും മിണ്ടിയില്ല. അവനും വാർത്തയിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ വാർത്ത കേട്ടാൽ പോലീസ് പറയുന്നത് പോക്സോ കേസാണെന്ന്. ഇത് ചെറിയ കേസൊന്നുമല്ലടാ. തെളിഞ്ഞാൽ 7 വർഷം ജയിലിൽ കിടക്കേണ്ടി വരുന്ന കേസാ. അറിയാമോ നിനക്ക്? സച്ചു ദേഷ്യത്തോടെ പറഞ്ഞു. അത് കേട്ട അശ്വിൻ അവനെ നോക്കി. അതിന് നീ എന്തിനാടാ എന്നോട് ചൂടാകുന്നേ? ഞാൻ ചൂടാകുന്നതല്ല. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹം കഴിച്ച് പറയുന്നതിൽ അവളെ വിവാഹം കഴിപ്പിച്ച് അച്ഛനെയും അമ്മയെയും ആദ്യം ചോദ്യം ചെയ്യണം. എല്ലാം ഒരാളുടെ തലയിൽ മാത്രം കെട്ടിവെക്കുന്നത് പോലെ എനിക്ക് ഈ വാർത്ത കേട്ടിട്ട് തോന്നുന്നേ. ദേഷ്യത്തോടെ പിറുപിറുത്തുകൊണ്ട് സച്ചു വീണ്ടും ടി വിയിലേക്ക് നോക്കി. അശ്വിനൊന്നും പറയാതെ ബാത്റൂമിലേക്ക് നടന്നു. എന്നാൽ സച്ചു അപ്പോഴും കയ്യിലിരുന്ന ഫോൺ താഴെ വെക്കാതെ ഓരോ വാർത്തയും ഓരോ അപ്ഡേറ്റും ഉറ്റുനോക്കിക്കൊണ്ടേയിരുന്നു. അവൻ്റെ മനസ്സിൽ ഒരേയൊരു ചോദ്യം മാത്രം മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ആദി, നിനക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്?